ദിവാൻ ഭരണത്തോടും രാജഭരണത്തോടും കലഹിച്ചില്ലേ? ആ VS-ന്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നതേയില്ല. ഇത്രമേൽ പോരാടിയൊരു നേതാവിനെ അടുത്ത കാലത്ത് നമുക്ക് കണ്ടെത്തിയിട്ടില്ല. സുനിൽ മാഷ് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ദിവസം പോരാടിയ ഒരു മനുഷ്യനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നല്ലതെന്ന് തോന്നാം. ഒരു വർഷം പോരാടിയ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലുമേറെ നല്ലതെന്ന് തോന്നാം. എന്നാൽ ഒരു നീണ്ട ജീവിതം മുഴുവൻ പോരാട്ടത്തിനായി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതമാണ് ആ പോരാട്ടത്തിൻ്റെ സത്ത. അതായിരുന്നു VS. ഒരു ആണ്ട് പോരാടിയ നേതാവല്ല, ഒരു മാസം പോരാടിയ നേതാവല്ല, ഒരു ദിവസം പോരാടിയ നേതാവല്ല, ഒരു ജീവിതം ഒന്നാകെ പോരാടിയ നേതാവിനാണ് ആ പോരാട്ടത്തിൻ്റെ കരുത്തും സത്തയുമുള്ളത്. ഇതാ നോക്കൂ, ഇവിടെ ഈ മുദ്രാവാക്യം വിളികൾ കവിതകൾ പോലെ ഈ മനുഷ്യർ ഏറ്റുചൊല്ലുകയാണ്. ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ട് മംഗലപുരം ഭാഗത്ത്. ഇനി നമ്മൾ പോകുന്നത് സാവധാനം തോന്നയ്ക്കൽ ഭാഗത്തേക്കാണ്. അവിടെ ആശാന്റെ സ്മാരകത്തിന് മുൻപിലൂടെയാണ് പോവുക. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതികളീ നിങ്ങളെത്താൻ എന്ന് പറഞ്ഞത് ആശാനാണെങ്കിൽ ആശാൻ പറഞ്ഞത് മാർക്സിസത്തിന്റെ ആശയങ്ങൾ കൂടിയാണല്ലോ. മാറ്റമില്ലാത്തതായിട്ട് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ മാർക്സിന്റെ ആശയങ്ങളെ കാവ്യവൽക്കരിച്ച കുമാരനാശാന്റെ അതേ സ്മരണകളുള്ള നാട്ടിലൂടെ ഇനി VS കടന്നുപോകും. VS മാറ്റങ്ങൾക്കായി ആഗ്രഹിച്ച നേതാവല്ലേ? എല്ലാം മാറണമെന്ന് ആഗ്രഹിച്ച ഒരു നേതാവല്ലേ? കുട്ടനാട്ടിലെ കർഷകരുടെ സ്ഥിതി മാറണമെന്ന് ആഗ്രഹിച്ച നേതാവല്ലേ? രണ്ടിടങ്ങളിലെ തകഴിയുടെ കർഷകരുടെ കോരന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വിമുക്തി വേണമെന്ന കർഷകരോട് പറഞ്ഞുകൊടുത്ത നേതാവല്ലേ? മാറ്റങ്ങൾ ആഗ്രഹിച്ച VS മാറ്റങ്ങളെക്കുറിച്ച് പാടിയ കവിയുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ച. ഇരുള് വീണ് പരണ്ടു കിടക്കുന്ന ദേശീയപാതയിൽ, പണി പൂർത്തിയാകാത്ത ദേശീയപാതയിൽ, പണി പൂർത്തിയാകാത്ത കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവചരിത്രം ബാക്കിയാക്കി VS മടങ്ങുകയാണ്. VS-ന്റെ ലക്ഷ്യം സമത്വസുന്ദരമായ ഒരു നാടിനെ സൃഷ്ടിക്കലായിരുന്നു, നീതിയുക്തമായ ഒരു നാടിനെ സൃഷ്ടിക്കലായിരുന്നു. അതിനുവേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഒരു പരിധിവരെ വിജയം കണ്ടെങ്കിലും അന്ത്യവും ലക്ഷ്യവും അദ്ദേഹത്തിന് കാണാൻ കഴിയാതെ പോയി. 7 മണിക്കൂർ മുമ്പാണ് ദർബാർ ഹാളിൽ നിന്ന് VS-നെ വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെട്ടത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, വളരെ സാവധാനം ചെറിയ ചാറ്റൽ മഴയിലും ചെറിയ കരച്ചിലിലും ചെറിയ വിതുമ്പലിലും ഈ പ്രകൃതി തന്നെ വിരുമ്പി നിൽക്കുമ്പോഴും ഈ മുകളിൽ ഭാഗത്ത് കൈകൂപ്പി നിൽക്കുന്ന വീട്ടമ്മമാരെ കാണാം. മുകൾ തട്ടിൽ കയറി നിൽക്കുന്ന മനുഷ്യരാണ്. അവർക്ക് VS-നെ ഒരു മിന്നായം പോലെ കണ്ടാൽ മതി. ഇനിയൊരിക്കലും VS-ന്റെ ഈ ദേഹം കാണാൻ കഴിയില്ലല്ലോ. VS-ന്റെ സ്മരണകൾ മാത്രമല്ലേ ഇരുമ്പൂ. AKGയുടെ കാലത്ത് ജീവിക്കാത്തവർ, EMS-ന്റെ കാലത്ത് ജീവിക്കാത്തവർ VS-ന്റെ കാലത്ത് ജീവിച്ചു എന്ന് കരുതി സമാധാനിച്ചുകൊള്ളും. പക്ഷെ അവർക്ക് ആ കാഴ്ചയൊന്ന് കാണണം. ആ VS-നെ, ജീവിതം കൊണ്ട് ഇതിഹാസമായി മാറിയ VS-നെ, പോരാളികളിൽ പോരാളിയായ VS-നെ, ആ പോരാളിയിൽ പോരാളിയായ VS-നെ കാണാൻ വേണ്ടിയാണ് ഈ തോന്നയ്ക്കൽ എത്തി നിൽക്കുന്നു. തോന്നയ്ക്കലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. തോന്നയ്ക്കലിൽ കുമാരനാശാന്റെ സ്മാരകത്തിന് തൊട്ടുമുന്നിലൂടെ അല്പസമയത്തിനുള്ളിൽ VS കടന്നു പോകും. അതിനുശേഷം ആറ്റിങ്ങലിലേക്കാണ്, കയർ തൊഴിലാളികളുടെ ആറ്റിങ്ങലിലേക്ക്, വർക്കലയിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വർക്കലയിലേക്ക്. വർക്കലയിൽ നിന്നുള്ള മനുഷ്യര് ഒന്നായി ആറ്റിങ്ങലിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവർ ആറ്റിങ്ങലും പരിപ്പള്ളിയിലുമായി മനുഷ്യമതിൽ തീർക്കുന്നുണ്ട്. ഈ കാഴ്ച ഇരുൾ വീണ് കിടക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ വെളിച്ചമായി ചെങ്കനൽ പോലെ എരിഞ്ഞു നിന്ന VS ഇതാ ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു കാഴ്ചയായി മറയുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേരളം അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിലാപയാത്രയാണ്. നിങ്ങൾ ഒരു രാഷ്ട്രീയം സർഗാത്മകമാകുന്ന നിമിഷങ്ങളിലെല്ലാം നിങ്ങൾ അറിയാതെ മുദ്രാവാക്യങ്ങൾ കവിതകളായി തീരും എന്നാണ്. വഴിവക്കിൽ കാത്തു നിൽക്കുന്ന മനുഷ്യർ മണിക്കൂറുകളായി തങ്ങളുടെ പ്രിയപ്പെട്ട VS-ന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തോന്നയ്ക്കലേക്ക് എത്തുമ്പോൾ അവിടെയും രൂപപ്പെട്ടിട്ടുണ്ട് ചെറിയ അരുവികൾ ചേർന്ന് ഒരു പുഴയായി, ചെറിയ പുഴകൾ ചേർന്ന് ഒരു സാഗരമായി രൂപപ്പെടും പോലെയാണ് VS-നെ കാണാനായി പല നാടുകളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നായി മനുഷ്യരെത്തുന്നത്. മലനാടുകളിൽ നിന്ന് വന്ന മനുഷ്യരുണ്ട്, ഇടനാടിൽ നിന്ന് വന്ന മനുഷ്യരുണ്ട്, തീരനാടുകളിൽ നിന്ന് വന്ന മനുഷ്യരുണ്ട്. അവരെല്ലാവരും ദേശീയപാതയുടെ 2 വശങ്ങളിലുമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിയാസുലിൽ ഇത് VS-ന്റെ സമര പോരാട്ടങ്ങൾക്ക് കേരളം നൽകുന്ന ആദരാഞ്ജലി കൂടിയാണ്. കഴക്കൂട്ടത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ കണിയാപുരത്ത് കണ്ടതിനേക്കാൾ കൂടുതൽ മംഗലപുരത്ത്, ഇവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ ആറ്റിങ്ങൽ, ഇനി ഇവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ കൊല്ലത്ത്, കരുനാഗപ്പള്ളി, അങ്ങനെ തുടരുകയാണോ ഈ വിലാപയാത്ര? നമ്മൾ നിൽക്കുന്നത് ചെമ്പകമംഗലത്തേക്കുള്ള വഴിയാണ്. ചെമ്പകമംഗലത്തേക്കുള്ള വഴിയിലെ 16-ാം മൈൽ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്. പോയിന്റ് അല്ല, എന്നിട്ടും ഇത്രയേറെ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നു എന്നതാണ്. നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. കുഞ്ഞിനെ കൊണ്ട് മഴയത്താ വന്നേ. കണ്ടിട്ടേ പോകും. VS-നെ കാണാതെ എങ്ങനെയാ പോവുക? ഇത് പാർട്ടി പറഞ്ഞൊരു പോയിന്റ് അല്ല, എന്നിട്ടും പാർട്ടി പറഞ്ഞ പോയിന്റ് ചെമ്പകമംഗലമാണ്. പക്ഷെ 16-ാം മൈലിലും വന്ന് കാത്തു നിൽക്കുകയാണ്. VS-നെ അത്രയ്ക്ക് ഉള്ളിലേക്ക് ഏറ്റുവാങ്ങിയത്. അത്രയ്ക്ക് ഇഷ്ടമാണ് നമുക്ക്, നമ്മുടെ ചങ്കിലെ. കുഞ്ഞിന് VS-നെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവള് സഖാവെ വിളിക്കാൻ നിൽക്കുകയാണ്, വിളിക്കാൻ നിൽക്കുകയാണ്.
ഇഷ്ടമാണോ വി എസിനെ? ഒരു കുടുംബം ഒന്നാകെ ഇഷ്ടപ്പെടുന്ന വി എസ്, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി എസിന്റെ വിലാപയാത്രാ വാഹനം കടന്നു വരുന്നത് നമുക്ക് കാണാം. നമുക്ക് പിന്നാലെ ആ വാഹനം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. വി എസ് ഒരു വികാരമാണ്. നോക്കൂ, ആ പെട്രോൾ പമ്പിലെ ജീവനക്കാർ എല്ലാവർക്കും വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണണം. അതിനായി വഴിയോരത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് തോർന്നിട്ടുണ്ട്. തൊഴിലാളികളുടെ സമരതീക്ഷ്ണമായ അവരുടെ ജീവിതത്തിൽ എപ്പോഴും അടയാളപ്പെടുത്തലുകൾ നടത്തിയ വി എസ്. ഇഷ്ടമാണോ? സുജിയ, വി എസിനെ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ആ ചെമ്പകമംഗലത്തേക്കുള്ള വഴിയിലാണ് ഈ ആളുകൾ, ഇത്രയേറെ ആളുകൾ വി എസിനെ കാത്തു നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇപ്പോൾ ചെമ്പകമംഗലത്തേക്കുള്ള വഴിയാണ് ഇതിന്റെ ഒരു പ്രശ്നം. റോഡിലേക്ക് നമുക്ക് കാണാം. വി എസിലേക്ക് എത്താൻ, മതികെട്ടാൻ, മല കയറാൻ പ്രായം തടസ്സമാകാത്ത വി എസിന് മുന്നിൽ ഈ ചെളിയും വെള്ളവും ഒന്നും ഒരു കാത്തിരിപ്പിനും തടസ്സമാകുന്നില്ല. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കാലാവസ്ഥ തോന്നയ്ക്കലാണ് എത്തി നിൽക്കുന്നത്. തോന്നയ്ക്കലിൽ നിൽക്കുന്ന മനുഷ്യര് വരിയായി നിൽക്കുന്ന മനുഷ്യരുണ്ട്. പല പ്രായങ്ങളിൽപ്പെട്ട മനുഷ്യര്, പല ഇടങ്ങളിൽപ്പെട്ട മനുഷ്യര് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്.